സ്ഫോടനമുണ്ടായ ചെങ്കോട്ടയ്ക്ക് സമീപം സുഭാഷ് മാർഗിൽ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ചെങ്കോട്ട ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. സുഭാഷ് മാർഗിൽ നിന്ന് വിനീത വിജി വിവരങ്ങൾ നൽകും. വിനീത, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഡൽഹി ആകെ ഇപ്പോൾ സുരക്ഷാ വലയത്തിലാണ്. രാജ്യത്ത് പലയിടത്തും പരിശോധനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സുഭാഷ് മാർഗിൽ ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് അന്വേഷണ ഏജൻസികൾ ഈ കൂടുതൽ തെളിവുകൾ തേടിയുള്ള പരിശോധന അതിപ്പോഴും തുടരുകയാണല്ലോ. എന്തൊക്കെ വിവരങ്ങളുണ്ട്? ഈ ഫോറൻസിക് സയൻസ് ലാബിലെ റിപ്പോർട്ടാണ് ഇതിൽ നിർണായകമാകാൻ പോകുന്നത്. അതെപ്പോഴുണ്ടാകും എന്നതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിലുണ്ടോ? വിജയകുമാർ, ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ നമുക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഫോടനമുണ്ടായ ആ മേഖലയ്ക്ക് സമീപമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇപ്പോഴും അന്വേഷണ സംഘം ഇവിടെ തുടരുകയാണ്. വിവിധ അന്വേഷണ ഏജൻസികളുണ്ട്. NIA ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘം അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ വെള്ള ബാനർ പോലെ ആ വെള്ള ബാരിക്കേഡുകൾ കൊണ്ട് ഇങ്ങനെ കർട്ടൻ കൊണ്ട് ഇങ്ങനെ പൂർണ്ണമായും മറച്ചിരിക്കുന്ന മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ആ സ്ഫോടനമുണ്ടായ മേഖലയിൽ ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുകയാണ്. അവർ അവിടെ നിന്ന് പരിശോധനകൾ നടത്തുന്നുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ്. മറുവശത്തേക്ക് വരുമ്പോൾ പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നപ്പോൾ തന്നെ പൊതുവെ ഈ ഒരു സമയത്തൊക്കെ ഈ മേഖലയിൽ വലിയ തിരക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ ചെങ്കോട്ടയ്ക്ക് സമീപമൊക്കെ. പക്ഷേ ഇപ്പോൾ 3 ദിവസത്തേക്ക് ചെങ്കോട്ട ഈ അടച്ചിരിക്കുകയാണ്. ഈ സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിലാണ് മെട്രോ, ഈ സമീപമുള്ള 1-ാം നമ്പർ ഗേറ്റ് മെട്രോയും ഇന്ന് പ്രവർത്തനം ഉണ്ടായിരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റു മേഖലകളിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ പൂർണ്ണമായും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ച് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം ഇന്നലെ രാത്രി ഈ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ തന്നെയാണ് ഓരോ വിഭാഗങ്ങളുടെയും അന്വേഷണ സംഘങ്ങളുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവരുടെ പരിശോധനകൾ തുടരുകയാണ്. ഫോറൻസിക് സംഘം അല്പസമയം മുൻപാണ് പരിശോധന പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഫോറൻസിക് വിഭാഗത്തിന്റെയൊക്കെ ഒരു റിപ്പോർട്ട്, ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് കൂടുതൽ വ്യക്തത ഇതിലുണ്ടാകുമെന്നാണ് കരുതുന്നത്. നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന സിഗ്നൽ നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ആ സിഗ്നലിന് സമീപം വെച്ചാണ് ഈ കാർ സ്ഫോടനം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇന്ന് രാവിലെയോടുകൂടി ചില CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കറുത്ത മാസ്ക് ധരിച്ച ഉമർ മുഹമ്മദ് ആണെന്ന് തന്നെയാണ് കരുതുന്നത്. ആ വാഹനം ഓടിച്ചു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാഹനം എത്തി ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നു. 3:19 വാഹനം ആ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. പിന്നാലെ ഏതാണ്ട് 2 മണിക്കൂറോളം ആ വാഹനം പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം 6:48 കൂടിയാണ് ആ വാഹനം പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വളരെ സാവധാനം മുന്നോട്ട് ചലിക്കുന്നത്. അങ്ങനെ സാവധാനം മുന്നോട്ട് ചലിച്ച എനിക്ക് പിന്നിലായി കാണുന്ന ഈ സിഗ്നലിന് സമീപത്തേക്ക് ആ വാഹനം എത്തുകയും ആ സിഗ്നലിന് സമീപം വെച്ച് വളരെ പെട്ടെന്ന് ഒരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സ്ഫോടനത്തിൽ സമീപമുള്ള വാഹനങ്ങളിലേക്ക് തീ പടരുന്നു. ഏതാണ്ട് 8ഓളം വാഹനങ്ങൾ ആ സ്ഫോടനത്തിൽ കത്തി നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. പിന്നാലെ തന്നെ വിവരം ലഭിച്ചുടൻ അന്വേഷണ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഒക്കെ ഇവിടെ എത്തി അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ സ്ഫോടനം നടന്ന ഈ സ്പോട്ട് ആയിരിക്കില്ല ഈ പ്രതികളുടെ ലക്ഷ്യം, ഈ ഭീകരരുടെ ലക്ഷ്യമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏതാണ്ട് ഒരു 100 മീറ്റർ കൂടി അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ചാന്ദിനി ചൗക്കാണ്. ഡൽഹിയിലെ പുരാതനമായിട്ടുള്ള ഒരു വ്യാപാര മേഖലയാണ്. അവിടെ വലിയ മാർക്കറ്റുകളുണ്ട്. ഡൽഹിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളടക്കം വലിയ തോതിലേക്ക് പോകുന്ന ഒരു മേഖലയാണ് ഈ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്നത്. ഇന്നലെ ഈ സ്ഫോടനമുണ്ടായ സമയത്തൊക്കെ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയാത്തത്ര ആളുകളായിരിക്കണം ആ മേഖലകളിലൊക്കെ ഉണ്ടാവുക. ആ സമയത്തൊക്കെ ചാന്ദിനി ചൗക്കിൽ വലിയ ശരിയാണ് വിനീത. ആ സമയം തെരഞ്ഞെടുത്തതൊക്കെ ഈ കൂടുതൽ ആൾനാശം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. ഈ 6:52 എന്നൊക്കെ പറയുമ്പോൾ ചാന്ദിനി ചൗക്കിൽ ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ജനസാഗരം എത്തുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ആ ചാന്ദിനി ചൗക്കിനകത്തേക്ക് ഒരു സ്ഫോടനത്തിനായി ഈ വാഹനം ഇടിച്ച് കയറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതിലേക്ക് പോയില്ല. അതിനു മുമ്പ് ഇത് പൊട്ടിത്തെറിച്ചു. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് അതിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.